ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ പറയാൻ വേണ്ടി പോണത് ഒരു തെലുങ്ക് സിനിമയുടെ അറിവാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ തമിഴ് ഡബ്ബിങ്ങാണ് ഞാൻ കണ്ടത്. കോർപ്പറേറ്റർ എന്നാണ് സിനിമയുടെ പേര്. കേൾക്കുമ്പോൾ തോന്നുന്നു നമുക്ക് ഭയങ്കര ഒരു സിനിമയും കാര്യങ്ങളൊക്കെ ആണ്. ഇത് സ്പൂഫ് സിനിമയാണ്, ആക്ഷേപഹാസ്യ സിനിമയാണ്. പിന്നെ ഒരു ഭയങ്കര വലിയ ഹീറോയൊന്നുമല്ല, ഷക്കലക്ക ശങ്കർ എന്ന് പറഞ്ഞ ഒരു തെലുങ്ക് ആക്ടറാണ്. ഈ ഒരു അധികം ഫേമസ് ഒന്നുമല്ല. പിന്നെ പടം ഒരു സ്പൂഫാണ്, കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഈ സിനിമ എങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസകരമായൊരു സിനിമയായിരുന്നു. കാണാൻ വേണ്ടി ഒരുപാട് തമാശ, അങ്ങനത്തെ ഒരു ആക്ഷേപഹാസ്യം, ഒരു നായകനെ കൊണ്ട് അസാധ്യമായ കഴിവുകൾ, കാര്യങ്ങൾ അങ്ങനെ കാണിച്ച് നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കണം. ആ രീതിക്കുള്ളൊരു ഫാക്ടറാണ്. രാഷ്ട്രീയം, റൊമാൻസ്, മാരക ഫൈറ്റ്, കാര്യങ്ങളൊക്കെ. തെലുങ്ക് സിനിമയുടെ ഒരു മേഖല നമുക്കറിയില്ല. ഫൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തി ഫൈറ്റ് ആയിരിക്കും മൊത്തം. ആ രീതിക്കുള്ള കുറച്ച് ഐറ്റംസൊക്കെയാണ് ഈ ഒരു സിനിമയിൽ ഇങ്ങനെ ഫിക്സ് വെച്ചിരിക്കുന്നത്. കുറേ നായികമാർ, കുറേ പാട്ടുകൾ, വില്ലന്മാർ, ഒരു സെറ്റ് വില്ലന്മാർ, അങ്ങനെയൊക്കെ വരുന്ന ഒരു ടൈപ്പ് കഥ. ഭയങ്കര സ്റ്റാർട്ടിങ് 20 ഒരു ലാഗടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഭയങ്കര കോമഡിക്ക് പ്രാധാന്യം നൽകി. പിന്നെ അങ്ങനെയാണ് ഈ സിനിമയുടെ റൺ മൂവ്മെൻറ്റ്. ഇപ്പം നിങ്ങൾ ഈ സിനിമ എടുത്ത് വെച്ച് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പക്ക ഒരു എൻ്റർടൈൻമെൻറ്റ്, പക്ഷേ താല്പര്യത്തോടു കൂടി കാണണം. ഇല്ലെങ്കിൽ ഇതെന്ത് കഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും. ഒരു ടൈം പാസിനൊക്കെ വേണമെങ്കിൽ കാണാൻ വേണ്ടി പറ്റിയ ഒരു തെലുങ്കിലൊരു സ്പൂഫ് സിനിമയാണ് ഈ ഒരു കോർപ്പറേറ്റ് എന്ന് പറഞ്ഞ സിനിമ. പക്ഷേ വലിയ വലിയ സംഭവങ്ങളെയും ടൈറ്റിലിനെ കൊണ്ടുപോയ ഒരു ലോ ലെവലിൽ കാണിച്ചൊരു ആക്ഷേപഹാസ്യങ്ങളൊക്കെ ആക്കി എന്നുള്ളത് മാത്രം ഈ ഒരു സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രസകരമായിരുന്നെങ്കിലും വലിയ സംഭവങ്ങളൊക്കെ ഒരു വിലയിൽ നമുക്കാക്കിപ്പോയി. 7-8 പാട്ടൊക്കെ ഉണ്ട് ഇതിനകത്ത്. ആ ഒരു കാര്യം വെച്ച് ചുമ്മാ ജസ്റ്റ് ടൈം പാസിന് കാണാൻ വേണ്ടി പറ്റിയൊരു സിനിമയാണ് ഈ ഒരു കോർപ്പറേറ്റർ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. ഷക്കലക്ക ശങ്കർ എന്ന ഈ ഒരു ആക്ടറിനെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. ആ ഒരു കാര്യം വെച്ച് താല്പര്യമുള്ളത് വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഒരു നല്ല ഒരു ടൈം പാസ് സിനിമയായിരിക്കും ഈ ഒരു കോർപ്പറേറ്റർ എന്ന് പറഞ്ഞ സിനിമ. ഇത്രയുള്ളൂ പറയാനായിട്ട്.